ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ മഴ തോരും മുൻപേടെ എപ്പിസോഡിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ ടോണി വിളിച്ചതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് നമ്മുടെ ഷെറിൻ. അപ്പോൾ ഷെറിനെ കാണാൻ ആൻസിയും ഷെറിൻ്റെ ബ്രദറും കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ ഷെറിൻ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ നീ നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കും ഷെറിൻ്റെ ബ്രദർ. അപ്പോൾ ഷെറിൻ പറയും, ചായ ഇന്ന് ടോണി ചായ വിളിച്ചിരുന്നു, ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണ്. എന്നോട് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇനിയും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനത് ഫോണിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ നിന്നോട് എന്തൊക്കെയാവാൻ പറഞ്ഞത്? അതോ എന്നോട് സുഖമാണോ ചോദിച്ചു, പിന്നെ എന്തൊക്കെയോ ചോദിച്ചു, എനിക്കിതൊന്നും ഓർമ്മയില്ല. ആൻസി ചേച്ചി എന്തൊക്കെ ടോണിച്ചായ എന്നോട് ചോദിച്ചത്? അപ്പോൾ ആൻസി പറയും, അന്ന് നിന്നോടല്ലേ അവൻ സംസാരിച്ചത്, എന്നോടല്ലല്ലോ. അത് ശരിയാണല്ലോ, എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ടോണിച്ചായൻ എന്നെ ഉപേക്ഷിച്ചതാണോ എന്ന് ഞാൻ ആൻസി ചേച്ചി കേൾക്കാതെ ചോദിച്ചു. അങ്ങനെ കുറേ വിശേഷങ്ങൾ പോലെ ഇങ്ങനെ പാവം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ശരി, നീ കിടന്നോ, ഇനി ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ബ്രദർ ഗുഡ് നൈറ്റ് പറയാണ്. അപ്പോൾ പറയും, ഞാനേ ഫോൺ ഇനിയും ടോണിച്ചായൻ വിളിക്കും, അപ്പം ഞാനത് നോക്കിയിരിക്കട്ടെ, ടോണിച്ചായനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ റോബിൻ ബ്രദർ ആ ഫോൺ എടുക്കും, എന്നിട്ട് പറയും, ഈ ഫോണിൽ ചാർജ് കുറവാണ്, നീ ഞാൻ കുറച്ച് നേരം ചാർജിന് കൊണ്ടുപോയിട്ടിട്ട് വരാം, കാരണം ഇനി ഞാൻ വിളിക്കുമ്പോൾ ഫോൺ കട്ടായി പോകണ്ട, അതുകൊണ്ട് ഞാൻ ഇത് കൊണ്ടുപോയിട്ട് ചാർജിനിട്ടിട്ട് വരാം, നീ കിടന്നോ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ടോണിച്ചായൻ വിളിക്കുമ്പോൾ എനിക്ക് കൊടുന്നു തരണേ ചേട്ടായി എന്ന് വെച്ചു പറയും അവൾ. അതൊക്കെ ഞാൻ കൊടുന്നു തരാം എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ പാവം കിടന്നുറങ്ങാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം ആൻസിക്കും ഹസ്ബൻഡിനും ഇപ്പം എന്തിനാണ് ടോണി വിളിച്ചത് എന്നുള്ള സംശയത്തിലാണ് അവർ നിൽക്കുന്നത്. എന്നാലും അവരെന്തിനായിരിക്കും വിളിച്ചിട്ടുണ്ടായിരിക്കുക? അന്ന് ഷെറിനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ എന്നെയും അപ്പനെയൊക്കെ കുറേ ചീത്ത പറഞ്ഞ് പോയതാണ് അവൻ, എന്തിനാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. നിനക്കെന്താ തോന്നുന്നത് ആൻസി എന്ന് ചോദിക്കും. അപ്പം ആൻസി പറയും, എനിക്കെന്താ അറിയാനാ, സത്യം അറിയണമെന്ന് വെച്ചെങ്കിൽ ടോണീനെ തന്നെ വിളിച്ച് നോക്കണം, ഇച്ചാൻ അത്രയും സംശയമാണെങ്കിൽ ടോണീനെ ഒന്ന് വിളിച്ച് നോക്കി നോക്കുമെന്ന് പറയും. അപ്പോൾ ഷെറിൻ്റെ ബ്രദർ പറയും, ഞാൻ വിളിക്കൊന്നുമില്ല, അവൻ അത്രയും എന്നെ ചീത്ത പറഞ്ഞിട്ടാണ് അന്ന് ഇവിടെ നിന്ന് പോയത്, അതുകൊണ്ട് ഞാൻ വിളിക്കുകയൊന്നുമില്ല, എന്നാൽ എന്താണെന്ന് അറിയാനായിട്ടൊരു സമാധാനമില്ല എന്ന് പറഞ്ഞ് അവർ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇതേ സമയം പാവം നമ്മുടെ ഷെറിൻ ടോണിനെ ആലോചിച്ചിട്ടാണ് കിടക്കുന്നത്. നല്ല കുട്ടിയായിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന്, ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു, വാശിയൊന്നും പിടിച്ചില്ല. അങ്ങനെ അവൾ കിടന്നുറങ്ങണം. അതേസമയം നമ്മുടെ മനുവിൻ്റെ വീട്ടിൽ പിള്ളേരെല്ലാവരും കൂടിയിട്ടാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചോറും ചപ്പാത്തിയും കുറേ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഭക്ഷണം കഴിക്കാൻ എല്ലാവരെയും പോയി വിളിക്കാൻ പറയുകയാണ്. അപ്പോൾ രഞ്ജിനി പറയും, അച്ഛനും അമ്മയും ഞാൻ വിളിച്ചു കൊണ്ടുവരാം. ബബിത വൈജയനെ വിളിക്കും, കൃഷ്ണ മറ്റ് രോഹിത്തിനെയും മനുവേട്ടനെയും വിളിച്ചിട്ട് വരുമെന്ന് പറയും. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ആദ്യം വരുന്നത് ശിവനും കമലയാണ്. അപ്പോൾ ടേബിളിൽ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചത് കണ്ടപ്പോൾ ശിവൻ പറയും, ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ എന്ന്, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു എന്ന് പറയും. അപ്പോൾ കമലയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കമല പറയും, ഞാൻ ഇതുപോലെ തന്നെയല്ലേ എന്നോ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണേ, പിന്നെ എന്താ എത്ര പുതുമ, നിങ്ങളെന്താ ഭക്ഷണം കാണാതെ കിടക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് കമല അതുമ പിടിച്ചിങ്ങനെ ചൂടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ശിവൻ പറയും, നീ ഒന്നും മിണ്ടാതിരിക്കും കമലയെ, പിള്ളേർ ഇത്രയും കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കിയതല്ലേ, നമുക്കെല്ലാവർക്കും കൂടി സന്തോഷത്തിൽ കഴിക്കാമെന്ന് പറഞ്ഞ് ശിവനും കമലയൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അവരിരുന്ന് പിള്ളേർ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു. അപ്പോൾ ശിവൻ പറഞ്ഞു, നന്നായിട്ടുണ്ട് ഭക്ഷണം, കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയാണ്. പിന്നെ എന്നിട്ട് ശിവൻ ചോദിക്കും, അല്ല രോഹി, നിൻ്റെ ഡിസ്മിസ്സിൽ സസ്പെൻഷനാക്കി മാറ്റിയല്ലേ, എന്താണത് ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ രോഹിത്ത് പറയും, വേറെ ഒന്നുമല്ല, എന്നെ അലീനേച്ചിയാണ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ശരിയാക്കിയത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വൈജ വരുന്നത്. അപ്പോൾ ശിവൻ പറയും, ഇനി നീ ഒരിക്കലും ഇങ്ങനത്തെ തെറ്റുകളിലൊന്നും ചെന്ന് പെടരുത്, അവിടെ നിന്ന് നിന്നെ ഇപ്പോൾ രക്ഷപ്പെടുത്തി കൊടുന്നവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഇനി തെറ്റുകൾ ആവർത്തിക്കരുത്, അല്ലേ വൈജ, നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ വൈജ പറയും, എനിക്ക് സന്തോഷമൊക്കെ ആയി, ഇനി അവൻ ഇതുപോലത്തെ കൂട്ടുകെട്ടുകളിൽ കൂട്ടിയിട്ടും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ടും പോയി കുരുത്തക്കെട്ടിലൊന്നും ചാടാഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ കമല ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, എൻ്റെ ഹരിയാണോ നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും, ദേഷ്യത്തിലാണ്. അപ്പോൾ വൈജ പറയും, ഞാൻ ഹരിയല്ല ചേച്ചി ഉദ്ദേശിച്ചത്, ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് ഇവിടെ കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം മനു പറയും, അതാണ്, അത് പറഞ്ഞത് കൊണ്ടാണ് അമ്മയ്ക്കത് കൊണ്ടത്, അപ്പം പിന്നെ വൈജാൻറ്റി ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ എന്ന് പറയും.
അപ്പോൾ വൈജ പറയും, ഞാൻ ഹരിയല്ല ഉദ്ദേശിച്ചത് എന്ന് ഞാൻ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞതാണ്. ഞാനിവിടെ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളാരും ഇപ്പോൾ അതിന് ഒത്താശ പിടിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയണം. പക്ഷേ കമലയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. കമല എണീറ്റ് നിന്നിട്ട് പറയും, നിങ്ങളെല്ലാവരും ഇവിടെ തിന്നുകയോ കുടിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോ, എൻ്റെ മകൻ അവൻ മാത്രം അവിടെ ജയിലിൽ, കൂടെ ഉണ്ടായവരൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങി, അവൻ മാത്രം ഇപ്പോഴും ജയിലിൽ. ഇവൻ അച്ഛനും ചേട്ടനും ഒന്നും ഒരു ഉത്തരവാദിത്തം ഇല്ല എൻ്റെ മകൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞ് കമല അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി പോവാണ്. അപ്പം നമ്മുടെ രോഹിത്തിനും ആകെ വിഷമാവും. കാരണം രോഹിത്ത് അതിൽ പെട്ടതാണല്ലോ. അപ്പോൾ രോഹിത്തിനോട് മനു പറയും, നീ അതൊന്നും കാര്യമാക്കണ്ട, നീ കഴിക്കാൻ നോക്ക്, ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ അത് വിട്ടേക്ക് എന്ന് പറഞ്ഞ് രോഹിത്തിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ദേഷ്യത്തിലിരിക്കുന്ന വൈജയനെ കാണിക്കുന്നുണ്ട്. ഇതേ സമയം അലീന മനുവിനും രോഹിത്തിനും ഒക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. എല്ലാവരും നന്നായി ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ശിവൻ പറയുന്നത് വേറൊരു കാര്യമുണ്ട്, വൈജയ നിൻ്റെ മക്കൾക്ക് നല്ല കൈപ്പുണ്യമാണ് കേട്ടോ. അപ്പോൾ വൈജ അങ്ങനെ നോക്കും, എൻ്റെ മക്കളോ? അപ്പോൾ ആകെ ശിവനാകെ കൈവിട്ട പോയ പോലെ തോന്നും. അല്ല, നിൻ്റെ മക്കൾ കൃഷ്ണയും ബബിതേനെയും ഞാൻ ഉദ്ദേശിച്ചത്, അവർക്ക് നല്ല കൈപ്പുണ്യമുണ്ട് എന്ന് പറഞ്ഞതവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. പിന്നെ നമ്മുടെ റൂമിലോട്ട് വരുന്ന ശിവനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ദേഷ്യത്തിൽ കമല ഇരിക്കുന്നുണ്ട്. ബെഡൊന്നും വിരിച്ചിട്ടില്ലേ, ബെഡ്ഷീറ്റൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ശിവൻ ചോദിക്കും, നീ എന്താ ബെഡ്ഷീറ്റൊന്നും വിരിച്ചില്ലേ? അപ്പോൾ കമല പറയും, ഇവിടെ എല്ലാവരും കൂടി ആകെ ഈയാമ്പാറ്റകൾ വന്ന് വീണ പോലെ എല്ലാവരും കൂടി വന്നിട്ട് വീടും ഒക്കെ വൃത്തികേടാക്കി, ഒരടുക്കും ചിട്ടയില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരോ സില്ലി കാരണങ്ങൾ പറഞ്ഞ് കമല ദേഷ്യപ്പെടുകയാണ് ശിവൻ്റെ അടുത്ത്. അപ്പോൾ ശിവൻ പറയും, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിനക്കൊരു ജോലി പോലും ഇന്ന് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, എല്ലാം പിള്ളേർ തന്നെയാണ് ചെയ്തത്, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അതുമാത്രമല്ല, മനുവിൻ്റെ റൂമിലോട്ട് അവൾ കയറി ചെന്നിരിക്കുന്നു. അവളുടെ വിചാരം അവനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വരാമെന്നാണ്. പക്ഷേ അങ്ങനെ അവൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവളെ ഇടതുകാലം ഞാൻ തല്ലി ഒടിക്കും എന്നൊക്കെ പറഞ്ഞ് കമല ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഈ കുട്ടികൾ വന്നതിനും താമസിക്കുന്നതിനും വൈജ് താമസിക്കുന്നതിനൊക്കെ കമലയ്ക്ക് എതിർപ്പാണല്ലോ. അപ്പോൾ ശിവൻ പറയണം, ഇപ്പോഴാണ് ഇതൊരു വീടായത്, കുറേ കുട്ടികളൊക്കെ വന്നപ്പോൾ ഒരു ഒച്ച അനക്കായി, ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ശിവൻ ഒരുവിധം കമലയെ ആശ്വസിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മനുവിനെന്നല്ല ചായയൊക്കെ ഉണ്ടാക്കി അലീന പുറത്തേക്ക് വരികയാണ്. അപ്പം മനു പുറത്ത് നിന്നിങ്ങനെ ഫോൺ ചെയ്യുന്നത് കാണാം. അപ്പം മനുവിനാണ് അവൾ ചായ എടുത്തിട്ടുള്ളത്. അപ്പോൾ കയ്യിലൊരു കപ്പുണ്ട്, ഒരു ഫ്ലാസ്കിലും കുറച്ച് ചായ ഉണ്ട്. ഫ്ലാസ്കിലെ ചായ ടേബിളിൽ വെച്ചിട്ട് മനുവിൻ്റെ അടുത്തേക്ക് വരികയാണ് അലീന. അപ്പോൾ മനു നിന്നിങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുവിനൊരു വർക്ക് വന്നിട്ടുണ്ട്, കുറച്ച് ദൂരത്തേക്ക് എവിടേക്കോ പോകേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ മനു അത് തൽക്കാലത്തേക്ക് അത് മാറ്റി വെച്ച് മാനേജറെ ആരെയോ വിളിച്ചിട്ട് അത് മാറ്റി ഇതാക്കുന്നുണ്ട്. അപ്പോൾ മാനേജർ പറയുന്നുണ്ട്, ഇപ്രാവശ്യത്തേക്ക് ഓക്കെ, എക്സ്ക്യൂസ് ഓക്കെ, ഇനി ഇത് തരില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കട്ടാക്കുന്നത്. ഈ സമയത്താണ് അലീന നടന്നു വരുന്നത്. അപ്പോൾ അലീന നടന്നു വരുന്നത് മനു ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അനു ചോദിക്കും, ഓ ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? നിനക്ക് നല്ല സിദ്ധിയുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയും, ഓ അതിന് സിദ്ധിയൊന്നും വേണ്ട, ഞാൻ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുമ്പോൾ തന്നെ മനുവേട്ടൻ്റെ സൗണ്ട് കേട്ടു, മനുവേട്ടൻ ഇവിടെ നിന്ന് ഫോൺ ചെയ്യണതിൻ്റെ. ഓ അങ്ങനെയാണല്ലേ എന്ന് പറയും. എന്തായാലും ഓക്കെ, ചായ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചു നോക്കിയിട്ട് ചായ കൊള്ളാം എന്നൊക്കെ പറയും. കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറയും, ഈ ചായ തരൽ നമുക്ക് അങ്ങോട്ട് സ്ഥിരമാക്കിയാലോ എന്ന്. അയ്യോ, അപ്പം ഞാൻ ഇവിടത്തെയും വേലക്കാരി ആവണമെന്ന് ചോദിക്കും അലീന. പാവം, അവൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ മനു പറയും, വേലക്കാരി ആവാണ്ടെയും ഈ ചായ നമുക്ക് സ്ഥിരം തരാനുള്ളൊരു വഴിയുണ്ടല്ലോ എന്നിങ്ങനെ സ്ലോ മോഷനിൽ പറയണം. അപ്പോൾ അലീന മനുവിനെ ഇങ്ങനെ നോക്കും. ആ നോട്ടത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. നല്ല രസമുള്ളൊരു നോട്ടമായിരുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്ന്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.